നമസ്കാരം ശ്രീ. ഹരേ കൃഷ്ണ. ഞാൻ കോഴിക്കോട് നിന്നാണ് കേട്ടോ. ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമല്ല. എന്നാലും ഞാൻ ശ്രീ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. ചുരുക്കി പറയാം, എൻ്റെ ഒരു അനുഭവം. ഞാനൊരു കൃഷ്ണഭക്തി അല്ലെങ്കിലും കണ്ണനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് പോവാറുണ്ട്. നാമങ്ങൾ ചൊല്ലാറുമുണ്ട്. എനിക്ക് ഈയിടെയായി വയറിനൊരു പ്രശ്നം. എരിവുള്ള എന്ത് കഴിച്ചാലും വയറിൽ നിന്ന് പ്രശ്നമാണ്. അങ്ങനെ ഗ്യാസ്ട്രോയെ കാണിച്ചു. എൻ്റെ വെയിറ്റ് കുറഞ്ഞു വന്നു. വീട്ടിലെല്ലാവരും ടെൻഷനായി. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓവറിയിൽ ഒരു സിസ്റ്റ് വളരുന്നുണ്ട്. കുറച്ച് വലുതാണ്. ഗൈനക്കിനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. MRI, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ. ഞാൻ മെലിഞ്ഞു വരുന്നത് കൊണ്ട് ക്യാൻസർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടാകരുത് എന്ന് ഒരു പ്രശ്നവുമില്ലെങ്കിൽ ഞാൻ ഇക്കാര്യം ത്രിമധുരത്തിൽ ഗ്രൂപ്പിൽ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഭഗവാന്റെ ആടി എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സിസ്റ്റ് നീക്കാൻ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ട്ടോ. ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണേ ശ്രീ, കുറച്ച് നീണ്ടുപോയി. സർവം കൃഷ്ണാർപ്പണം. സങ്കടങ്ങളും പ്രാർത്ഥനകളൊക്കെ ഭഗവാന് കൊടുക്കുകയാണല്ലേ എല്ലാവരും. ഭഗവാന് അങ്ങനെ കൊടുത്താലും പോരാ, ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് കയ്യിലിങ്ങനെ കൈ നീട്ടിപ്പിടിക്കണം. എങ്കിലും ഭഗവാൻ നമ്മുടെ കൈ നീട്ടിപ്പിടിക്കും. അങ്ങനെയാവുമ്പല്ലേ എല്ലാം പൂർത്തിയാവുള്ളൂ. നമ്മളെ ഭഗവാൻ സംരക്ഷിക്കും, ഒരു സംശയവുമില്ല. എന്താ കഥ? അപ്പോൾ കോഴിക്കോട് നിന്നുള്ള സഹോദരി ആരാണെന്ന് എനിക്കറിയില്ല, പേര് പറഞ്ഞില്ലായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ എല്ലാവർക്കും ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.